മദ്രാസ്കാരൻ, ചില ആളുകൾ ഈ പടത്തിനെ മദ്രസക്കാരൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഷെയ്ൻ നായകനാവുണ്ടാവാം. ഷെയ്ൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പടത്തിനെ. അപ്പൊ ഈ പടം കണ്ടപ്പോൾ ഷെയ്ൻ ഒരുപാട് അഭിനയിക്കാൻ സ്കോപ്പുള്ള ഒരു റോളാണ് ഈ പടത്തിലുള്ളത്. കാരണം പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് അവിടെ മദ്രാസിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ച് ജോലിയൊക്കെ വാങ്ങി കാശുണ്ടാക്കി ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന, തിരിച്ച് നാട്ടിൽ വെച്ച് ഗ്രാൻഡായിട്ട് കല്യാണം നടത്തണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഷെയ്ൻ്റെ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഒരു ലവബിൾ ബോയ് ആണ്. അപ്പോൾ എല്ലാ റിലേറ്റീവ്സിനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കല്യാണത്തിന് അവർക്ക് ആഗ്രഹിക്കുന്ന പോലുള്ള വിലയൊന്നും നോക്കാതെ സാരിയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുത്ത് ഒരു ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു നായികയുണ്ട്, നിഹാരിക കോനിഡേലാണ്. അപ്പോൾ കല്യാണത്തലേന്ന് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. അപ്പോൾ ആ ഇൻസിഡന്റ് കാരണം ഷെയ്ൻ്റെ ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് അങ്ങനെ തന്നെ തകിടം മറിയാണ്. അപ്പോൾ അതാണ് ഈ പടത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ കലയരസൻ ഒരു ക്യാരക്ടറുണ്ട്, ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നതും അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് അങ്ങനെ കഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെയാണെങ്കിൽ നമ്മളുടെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. ഒരാൾക്ക് ദോഷം വരണം എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ലല്ലോ. പക്ഷെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേപ്പടിയാൻ എന്ന് പറഞ്ഞൊരു പടമല്ലേ, മേപ്പടിയാനിൽ ഉണ്ണിമൂന്നിന്റെ ക്യാരക്ടർ ഇതുപോലെയാണ്. അതായത് ഒരു നോ പറയാൻ അറിയാത്ത ചില ആളുകളുണ്ട്. മേപ്പടിയാൻ പറയുന്നത് ദ പവർ ഓഫ് നോ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പല രീതിയിൽ വരും. അപ്പം മേപ്പടിയാനൊക്കെ നമുക്ക് അതുപോലെ ഒരു എക്സാമ്പിളായിട്ട് കാണാം. അതുപോലൊരു പടമാണ്. നായകനൊരു ശുദ്ധനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്ക് ഒരാൾക്കും ദ്രോഹം ചെയ്യണം എന്നൊന്നും വിചാരിക്കുന്നതല്ല. പക്ഷെ സാഹചര്യങ്ങൾ, ഒരുപാട് ഇൻസിഡന്റ് കാരണം പുള്ളിയുടെ ലൈഫ് അങ്ങനെ തകിടം മറിയാണ്. അപ്പൊ ഷെയ്ന് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഈ പടത്തിലുണ്ട്. അതായത് ഒരു ആക്സിഡന്റ് കേസാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആക്സിഡന്റ് കേസിന് മാക്സിമം വരുന്നത് 2 വർഷം തടവും പിഴയും ചേർത്ത്. അപ്പോൾ ഈ 2 വർഷം ജയിലിൽ പോകുന്നു, ആ ജയിലിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, പിന്നെ തിരിച്ചു വരുമ്പോൾ അവൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ട്രാജിക് ആയിട്ടുള്ള, എന്നാൽ അത് ആഗ്രഹിച്ചുകൊണ്ടല്ലേ, അവൻ ചെയ്ത തെറ്റിനല്ല ഇത്. അപ്പോൾ അതിനിടെ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് പടം കാണുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ ആക്സിഡന്റിന്റെയും പിന്നെ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് ഒരിക്കലും നായകന്റെ തെറ്റുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാം. പിന്നെ അപ്പോൾ ഈ പടത്തിന്റെ അവസാനം വരെ ആരാണ് ഇതിന് കാരണം എന്നുള്ള രീതിയിലാണ് ഈ പടം പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി അനാവശ്യമായിട്ട് ഒരുപാട് സീൻസ് അതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പലരുടെയും ഫ്ലാഷ് ബാക്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ആകെയുള്ളത് ഷെയ്ൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഷെയ്ന് ഒരുപാട് ഇമോഷൻസ്, അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണ്. റിലേറ്റീവ്സിന്റെ അടുത്താണെങ്കിലും നായികയുടെ അടുത്താണെങ്കിലും അല്ലാതെ ഈ കലയരസന്റെ ക്യാരക്ടറിനോടാണെങ്കിലും പുള്ളിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉള്ളതുകൊണ്ടാണ് പുള്ളി ഈ പടത്തിന് എന്താ പറയുക, ഈ പടം എനിക്ക് തോന്നുന്നു ഷെയ്നിന് പേഴ്സണലി ഒരു പ്രത്യേക പടമായിരിക്കും. കാരണം പുള്ളി ആത്മാർത്ഥമായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പെർഫോം ചെയ്തതെല്ലാം ഒരു മോശം സ്ക്രിപ്റ്റിൽ, അതായത് ഇവർ കാണിച്ചു വിട്ടിരിക്കുന്നത് ഇവർക്കൊരു വലിയ ട്രാജഡി വേണം. അപ്പോൾ ട്രാജഡിക്ക് വേണ്ടി ഒരു ട്രാജഡി വേണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പിന്നീട് എഴുതി കൂട്ടില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു ഫീലാണ് ഈ പടം മൊത്തത്തിലുള്ളത്. അപ്പോൾ ഒരു ആക്ടർ വന്ന് പുള്ളി ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഒരുപാട് പെർഫോമൻസ് സ്ക്രീനിൽ കൊണ്ടുവന്നുകൊണ്ടൊന്നും ഈ പടം ആരെയും ഇംപ്രസ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് ഈ പടത്തിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫോർ മീ എനിക്കിതൊരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ കാണിക്കുന്ന ട്രാജഡി ഇതൊന്നും നമുക്ക് കണക്ട് ആവുന്നില്ല. ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല തമിഴ്നാട്ടിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ പ്രതികരിക്കുന്നത്. അതൊക്കെ ആക്സിഡന്റ് എന്ന് പറയുന്നത് ആക്സിഡന്റ് ആണ്, ആരും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ അത് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഷെയ്ൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ട്, പുള്ളി നല്ലൊരു ആക്ടറാണ്. അപ്പോൾ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളി എന്താ പറയാ, നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്തു കൂട്ടിയിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ പടം രക്ഷപ്പെടില്ല. അതാണ് ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ്.